വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും ഹലോ ഗൈസ്, എല്ലാവർക്കും ഹലോ. ബ്രോ, താങ്ക് യു സോ മച്ച്. ഖത്തർ റിയൽ 10 കൈനീട്ടമാണ് മിന്നിച്ചേക്കണ എൻ്റെ ചെക്കനെയെന്ന്. പിന്നെ അല്ല, താങ്ക് യു സോ മച്ച് ജോക്കർ ബ്രോ. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അങ്ങനെ ഗിഗ് ബോക്സിൽ നിന്ന് അവർ വന്ന് ഫുള്ളി സർവീസ് എല്ലാം ചെയ്ത് പീസ് തന്നിട്ടുണ്ട്. ഇനി ഓഫായി എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും ഓഫ് ആവില്ലെന്ന്. ഇത് ഓഡിയോ ബിറ്റ് റേറ്റ് ഈസ് ലോവർ ദാൻ എന്തേലുമൊക്കെ പ്രശ്നം വരും. അപ്പം ഇന്ന് അവർ വന്ന് ഫുള്ളി സർവീസ് ചെയ്തിട്ട് പോയി. കീരി ഇപ്പോൾ നമ്മുടെ ടി വിയിലെ കീരി ഇപ്പോൾ ഗീക്ക് ബോക്സിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം അവനും വന്നിട്ടുണ്ടായിരുന്നു. അവനും വന്ന് എല്ലാം ശരിയാക്കി എല്ലാം ഇതാക്കി. എൻ്റെ ഒരു ഫാൻ അടിച്ചു പോടാ, എൻ്റെ ഒരു ഫാൻ അടിച്ചു പോയി. സോ ഫാൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എന്താ അഫീസ് ബ്രോ, താങ്ക് യു സോ മച്ച് 40. ഓർമ്മയുണ്ടോ? ഹെർ നെയിം ഈസ് ലിയ, 22 ഏജ് ഡാഡി എന്നോ. അതെന്താ അഫീസ് ബ്രോ? ഇവാൻ ബ്രോ, താങ്ക് യു സോ മച്ച് 1.99. എടാ, അങ്ങനെ ഇന്ന് കഴിഞ്ഞൊരു 3-4 ദിവസം ഞാൻ ലൈവ് വരാതിരുന്ന ദിവസങ്ങളിൽ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ KGF കാണുകയായിരുന്നു. എനിക്കതിന് ശേഷം റോക്കി ബായ് ആവണം. അതാണ് ഇപ്പം എൻ്റെ പുതിയ ആഗ്രഹം. ശരിയാണ് സാർ, ഞങ്ങൾ ഭീരുക്കളായിരുന്നു. ഡയലോഗുകളൊക്കെ കാണാൻ പഠിച്ചു. ശക്തിയില്ലാത്തവരായിരുന്നു. മരണം ഞങ്ങളുടെ മുമ്പിൽ ചുവട് വെച്ചാടി. പക്ഷേ മാരിയമ്മന്റെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ ശത്രുവിന്റെ കഴുത്തറത്തില്ലേ എന്ന് കൺകളിൽ വിരി മോംകാരതി കുണ്ടനെ. ഞാൻ പറയാം, എനിക്ക് അറിഞ്ഞൂടാ ആ പടം ഞാൻ എത്ര കണ്ടിട്ടും എനിക്കതിൻ്റെ പുതുമ പോണില്ല. സത്യം പറയാലോ. സാധാരണ നമ്മൾ ഈ കണ്ട പടം റിപ്പീറ്റ് അടിക്കുമ്പോൾ ചില സീൻസൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടും. ഇതെനിക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. എൻ്റെ ആളിയോ എന്തൊരു കിടിലെന്നറിയോ എൻ്റെ അമ്മോ. ശരിക്കും പറയാം ഗൈസ്, കിടിൽ എത്ര കണ്ടാലും അതിൻ്റെ ആ റിപ്പീറ്റ് വാല്യൂ ഉണ്ടല്ലോ. ആളിയ കാണാതിരിക്കാൻ എനിക്ക് പറ്റണില്ല അത് കാണാതിരിക്കാൻ. അണ്ണാ, സെക്ടർ 3 ഞാൻ സേഫായിട്ട് നോക്കിയിട്ടുണ്ട്. മല്ലുവൈനർ ബാലനെ ഞാൻ സെക്ടർ 3 ഏൽപ്പിച്ചിരിക്കുകയാണ്. ബോബാണ് സെക്ടർ 1. വൈറ്റ് ലൈൻ്റെ അവിടെ സെക്യൂരിറ്റി നമുക്ക് കൂട്ടണം. വൈറ്റ് ലൈൻ്റെ അവിടെ നിന്ന് വില്ലം ബ്രോ ലൈവും കണ്ടോണ്ടിരിക്കരുത്. വൈറ്റ് ലൈൻ്റെ അവിടെ നിന്ന് നമുക്ക് സെക്യൂരിറ്റി വേണ്ടെന്നാണ്, അറിയാലോ. നമ്മൾ അതുകൊണ്ട് എന്തിന്റെ കാര്യത്തിലാണെന്നോട് പറഞ്ഞില്ല. എന്ത് ഹായ് ബ്രോ, ഞാൻ +2 സ്റ്റുഡൻ്റ് ആണ്. ഒരു ജേഴ്സി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് പ്രൊമോഷൻ ചെയ്യാൻ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക? ജേഴ്സി അയച്ചു തരാം. വിനീതേട്ടന് മെസ്സേജ് ഇട്ടോ, റിപ്ലൈ ഇല്ല. എടാ, പ്രൊമോഷനായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല മനു. നീ ഒരു +1 സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നീ എനിക്കത് അയച്ചു തന്നാൽ ലൈവിൽ ഞാനത് കാണിച്ചിട്ട് ലൈവിൽ എല്ലാവരോടും പറയാം. നീ എനിക്ക് പൈസ ഒന്നും തരണ്ട. നീ വിനീതിനെ കോൺടാക്ട് ചെയ്തിട്ട് അഡ്രസ്സ് മേടിച്ചിട്ട് നിൻ്റെ പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നാൽ മതി. ഒരു സ്റ്റാർട്ടറിനുള്ള ഒരു നിൻ്റെ ആ ഏജ് വെച്ച് നീ ചെയ്യുന്ന കമ്മിറ്റ്മെൻറ്റിനുള്ളത് നമ്മൾ എന്തായാലും ലൈവിൽ പറയാം. ഗുണ്ടബിനു എവിടെ? ഡാർക്ക് ബ്രോ, താങ്ക് യു സോ മച്ച് 40. ഗുണ്ടബിനോടുണ്ട്. വില്ലത്തെ കാണിക്ക്. വില്ല എല്ലാം ഇവിടെ 87 ദാ ഇരിക്കുന്നു. ബാബു സേട്ട് KGF പണിയാൻ വെച്ചിട്ടുണ്ടെന്ന്. എടാ, ഞാനിപ്പോ ഫുള്ള് നമ്മൾ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ KGFലായി മാറി, മനസ്സിലായോ? KGF റോക്കി ബായ് ആയി മാറി നമ്മളിപ്പോ. അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. രണ്ട് ദിവസം എല്ലാവരും കണ്ടിട്ട് PC ബ്ലൂ സ്ക്രീൻ അടിക്കുന്നത് ഭയങ്കര സീനാണ്. ഓൾഡ് ബാബ ഐ ലവ് യു അണ്ണ ഉമ്മ. സുദേവ് ബ്രോ, താങ്ക് യു സോ മച്ച് 40 ബ്രോ ഉമ്മ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാവർക്കും വെൽക്കം. മണവാള വെൽക്കം സ്ട്രീം. വാസുണ്ണന്റെ പ്രൈവറ്റ് ബൗൺസർ വില്ലെത്തിയെന്ന്. അത് ശരി. ക്യൂട്ടിപ്പൈ മോളെ വെൽക്കം സ്ട്രീം. മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ്. മൈൻക്രാഫ്റ്റ് കളിക്കാടാ, പയ്യെ കളിക്കാം. ഇത് വീട്ടിലൊന്നും പോണില്ലേന്നോ? എടാ, അതെന്താ വില്ലംബ്രോ ഇവിടെ നിന്നിട്ട് നിനക്ക് പറ്റണില്ലേ? നിനക്ക് അങ്ങനെ ഒരു കമന്റ് വന്നില്ലല്ലോ. സത്യമായിട്ട് വില്ലംബ്രോ ഇത് കേട്ടാ, ലോസ്റ്റ് ഡീസ് ഓറോ നീ ടൈപ്പ് ചെയ്തിട്ടല്ലോ. ഇത് സത്യമായിട്ടല്ല. ഗൈസ്, അങ്ങനെ പറയരുത്. ഞാനായിട്ട് പുള്ളി ഇവിടുന്ന് ഇറക്കി വിടാനുള്ള മടി കൊണ്ട് ഞാൻ തന്നെ ഇട്ടതാണെന്നുള്ളൊരു പൊതുവെ ഒരു സംസാരം അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് യൂട്യൂബിൽ ലൈവ്? ഞാനിപ്പോൾ കറൻ്റ്ലി വേറെ പ്ലാറ്റ്ഫോംസിലൊന്നും ചെയ്യുന്നില്ല ബ്രോ, അതുകൊണ്ടാണ് യൂട്യൂബിൽ ലൈവ്. താങ്ക് യു സോ മച്ച് 40. എടാ, ഞാൻ KGF കണ്ടിട്ടേ ഇല്ലെന്ന്. KGF നീ കണ്ടിട്ടില്ലേ വിഷ്ണു?
ഗൈസ് KGF കാണാത്തവരെ കൊണ്ടു ഇപ്പോഴും നമ്മുടെ ഈ ചാറ്റില്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ കണ്ടിട്ടില്ലെങ്കിൽ 1ഉം 2 ഇന്ന് തന്നെ ഇരുന്ന് കാണണം. രോമാഞ്ചം കൊണ്ട് സാധനം വരെ പൊങ്ങും, ഞാൻ ഉറപ്പ് പറയാം. എടാ എന്തൊരു പടമെന്നറിയോ അത്. ബ്രോ മോഡറേറ്റേഴ്സിന് മെസ്സേജ് അയക്കാൻ പറയുമോ അർജന്റ്. അൽത്താഫ് സലീം എന്താണ് ബ്രോ മോഡറേറ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചാടാ. ബ്രോ വലിയ ഫിനാൻഷ്യൽ ഹെൽപ്പ് ആണെങ്കിൽ എനിക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഓൾറെഡി പറയുന്നു. അൽത്താഫ് സലീം ബ്രോ, എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയാണ്. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെ വലിയ രീതിയിൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ഈ മന്ത്. അണ്ണാ എൻ്റെ GFൻ്റെ ബർത്ത്ഡേ ആണ് February 9. പൊന്നു വിഷ് ചെയ്യാമോ? എടാ നീ അല്ലേടാ പൊന്നു എന്ന് വിളിക്കുന്നത്, ഞാനപ്പോൾ കയറി പെട്ടെന്ന് പൊന്നു എന്നൊക്കെ വിളിച്ച. പൊന്നു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. February 9 ബർത്ത്ഡേ ആഘോഷിക്കുന്ന പൊന്നുവിന് ഹാപ്പി ബർത്ത്ഡേ. വാസണ്ണ അല്ല വാസുബായി അത്രേ ഉള്ളൂ. ഇബ്രാഹിം ബ്രോ താങ്ക് യു സോ മച്ച് 40. സഹോദര അച്ഛൻ തിരുമേനിയെ കുറിച്ചായി കണ്ടിട്ട് സൺ ഓഫ് തിരുമേനി. അച്ഛൻ തിരുമേനിയെ കുറേ നാൾ കണ്ടിട്ട് പറഞ്ഞ തിരുമേനി എന്ത് ചെയ്യേ. തിരുമേനിക്ക് കഷ്ടകാലം എന്ന് പറഞ്ഞ് തിരുമേനി പോയായിരുന്നു കേട്ടോ. പിന്നെ തിരുമേനി ഞാൻ കണ്ടിട്ടില്ല. അല്ലേ ഞാൻ ഫസ്റ്റ് ഡേ കണ്ടു KGF ബോളിവുഡ് ലെവൽ. നന്ദുബ്രോ സത്യം KGF ഒക്കെ കിടിലം പടവിടെ, കിടിലം പടം. ഹാപ്പി ബർത്ത്ഡേ പൊന്നു. അണ്ണാ 800 രൂപ തരുമോ, ട്യൂഷൻ ഫീ കൊടുക്കണം നാളെ എന്ന്. ട്യൂഷൻ ഫീക്ക് 800 രൂപ നീ 40 രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് ചോദിക്കുമോ? എടാ പ്രണവ് ലൈജുവേ, നീ കള്ളനാണേ, നീ കള്ളത്തരം പറയുവാണേ. അപ്പൊ ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അപ്പൊ നമ്മുടെ ഗീവ് അവേ നമുക്ക് അങ്ങോട്ട് അനൗൺസ് ചെയ്യാം. സോ നമ്മൾ കുറേ നാളായി ഒരു ഗീവ് അവേ ഒക്കെ കൊടുത്തിട്ട്. അപ്പം ഞാൻ അങ്ങനെ പ്രൊമോഷനും ഗീവ് അവേസും ഒന്നും അങ്ങനെ അധികം ബ്രാൻഡ്സിൻ്റെ ഒന്നും അങ്ങനെ കമ്മിറ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പം നമ്മൾ ഗീവ് അവേ കൊടുക്കുമ്പം നമ്മുടെ ഓഡിയൻസ് ഗെയിമിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് ആ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലത്തെ ഒരു ഗീവ് അവേ ആയിരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ഒരു ഗെയിമേഴ്സിനെന്ന് മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടുക, ബാക്കി ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഉപകാരപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഗെയിമിംഗ് PC ഞാൻ അങ്ങ് ഗീവ് അവേ കൊടുക്കാൻ പോണു. ആൻഡ് വി ആർ ഗീവ് അവേയിങ് ഒരു കിടിലൻ ഗെയിമിംഗ് PC ആയിരിക്കും. ഒത്തിരി ലോ സ്പെക്കും അല്ല, ഒത്തിരി ഹൈ സ്പെക്കും അല്ല. ലൈക്ക് ട്രിവാൻഡ്രത്തുള്ള സ്മാർട്ട് ടെക് എന്ന് പറഞ്ഞിട്ട് അവർ ആക്ച്വലി തുടങ്ങി ഒരു വലിയ ഇതായിട്ടൊന്നും വരുന്നതല്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരെണ്ണം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്കിന് നമ്മളെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇതാക്കിയതാണ്. അവർക്ക് ലൈക്ക് അവർ ഈ ഒരു ഇതിലോട്ട് പുതിയതാണ് ആക്ച്വലി. സോ നല്ലൊരു ഗെയിമിംഗ് PC ആണ്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലത്തെ ഒരു നല്ലൊരു ഗെയിമിംഗ് PC ഫ്രഷ് എന്ന്. എടാ നമ്മൾ ഗെയിമേഴ്സ് പിന്നെ എന്താണ് ഉപകാരമുള്ള സാധനം കൊടുക്കണ്ടേ? ഞാൻ ഷെഡിയും കോണവും കൊടുക്കണോ ഞാൻ? ഗെയിമറായിട്ടുള്ള ഞാൻ പിന്നെ എന്ത് കൊടുക്കണം? നല്ലൊരു PC കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തെ സ്മാർട്ട് ടെക് എന്ന് പറയുന്ന കടയായിട്ടാണ്. ബ്രൈറ്റ് ഫോക്സ് ഓൾറെഡി നമ്മുടെ എലി ഓൾറെഡി അവരുടെ വഴി ഒരു ഗീവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ നിന്നാണ് PC എടുത്തത്. അപ്പം നമുക്കും അവിടുന്ന് ഒരു ഗീവ് അവേക്ക് ഒരു PC തരുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേ ഞാൻ അടുത്ത ദിവസം അനൗൺസ് ചെയ്യും. എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മൾ ഗീവ് അവേയുടെ വലിയ റൂൾസൊന്നും അങ്ങനെയൊന്നും ഇല്ല, അവരെ ഫോളോ ചെയ്യണം അങ്ങനത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ വലുതായിട്ട് റൂൾസ് ഒന്നുമില്ല. സോ നിങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. ഒരു 3060 ഒരു ബിൽഡായിരിക്കും. 3060 കാർഡ് വരുന്ന അത്യാവശ്യം നല്ലൊരു ബിൽഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കറണ്ട് ബില്ല് എന്നെ കൊണ്ടൊന്നും പറയരുത് നീയൊന്നും കേട്ടാ. നീയൊന്നും സത്യമായിട്ട് എൻ്റെ വായിൽ നിന്ന് കേൾക്കും. നീയൊക്കെ നിനക്കൊക്കെ കറണ്ട് ബില്ലും നിന്നെ പോറ്റുന്നതും ജീവിതം മൊത്തം പോറ്റുന്നതും എല്ലാം ഞാൻ ഏറ്റെടുക്കാടാ. കറണ്ട് ബില്ല് അടച്ചു തരണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവനൊന്നും വേണ്ട, പങ്കെടുക്കരുത്, ഗീവ് അവേയിൽ പങ്കെടുക്കരുത്. കാർ മേടിച്ച് നിനക്ക് കാറും ഗീവ് അവേ എന്നിട്ട് നീ പെട്രോളും അടിച്ചു തരാം. നിനക്ക് എല്ലാത്തിനും വല്ലാത്ത പ്രശ്നമാണ്. സ്ട്രേഞ്ചർ ഗുഡ് നൈറ്റ് ബ്രോ എന്ന് പറഞ്ഞിട്ട് 200 rupees. അത് ശരി, താങ്ക് യു ബ്രോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇരുചിരി വെമ്പർചിരിയുടെ എന്താണ് ഗൈസ് ഷൂട്ടൊക്കെ കഴിഞ്ഞു. അവരുടെ എപ്പിസോഡ് പബ്ലിഷ് ആവാൻ എനിക്ക് തോന്നുന്നു 1 മാസം ഒന്നും എടുക്കും. 1 മാസം കഴിഞ്ഞിട്ടേ നമ്മുടെ എപ്പിസോഡ് വരത്തുള്ളൂ. എടാ മോനെ, നീ എൻ്റെ കടലിൽ പോയ സ്വർണം വിറ്റില്ലേ PC എന്നോ? റോക്കി
40 രൂപയായിട്ട് റോക്കിയൊക്കെ ഇവിടെ വരുമോ? ഈ റോക്കി ഈ 40 രൂപ ഇത് ഫേക്ക് റോക്കിയാണ്. ഒറിജിനൽ റോക്കി ആയിരുന്നു ഒരു 10,000 തന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എൻ്റെ അടുത്ത്. അന്നേരം ഞാൻ അത് പറഞ്ഞേ ഈ റോക്കി ഞാൻ ഇഗ്നോർ ചെയ്യണേ. താങ്ക് യു സോ മച്ച്. അത് പോട്ടി PC എനിക്കാണ്, വേറെ ആരും നോക്കിയിരിക്കേണ്ട തരത്തില്ല. ആനന്ദ് എടാ നീ ഇവിടെ എൻ്റെ എല്ലാ ലൈവിലും സൂപ്പർ ചാറ്റ് ചെയ്യുന്ന പൈസ നീ 2 മാസം സേവ് ചെയ്താൽ മതിയല്ലോ നിനക്കൊരു PC മേടിക്കാൻ. PC എടുക്കാൻ വന്നിരിക്കുന്നു. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. PC വേണ്ട, ബസ് മതിയൊന്നു. അയ്യോ എല്ലാം തരാം, എല്ലാത്തിനും എല്ലാം തരാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഹൗ ലോങ് ഡു യു സ്ലീപ്പ്? ഞാൻ കിടന്ന 8 മണിക്കൂർ ഉറങ്ങും ബ്രോ. 8 മണിക്കൂർ ഉറങ്ങിയേ ഞാൻ എണ്ണിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം. സ്കൂബി ഡു ബ്രോ, താങ്ക് യു സോ മച്ച്. 20 താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കോ ട്രോൾസ് പെൻഡിങ് ഉള്ളതെല്ലാം ഇന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം